ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കാണിച്ച പ്രതികരണത്തിലൂടെ കൃത്യമായ സന്ദേശം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു 5 സൈനിക ശക്തികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നായ ബ്രിട്ടനും ഇപ്പോൾ നേരിട്ടല്ലെങ്കിൽ തന്നെ സഹായിച്ചുകൊണ്ടെങ്കിലും ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വളരെ വിശാലമായ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ബ്രിട്ടൻ ഇപ്പോൾ പറയുന്നത് ഇസ്രയേലും അതോടൊപ്പം തന്നെ US-ഉം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംയുക്തമായ ഇറാന് നേരെയുള്ള ആക്രമണം, ആ ആക്രമണത്തിൽ തങ്ങളുടേതായ എയർബേസുകളും അതോടൊപ്പം തന്നെ തങ്ങളുടേതായ സൈനിക താവളങ്ങളും വേണമെങ്കിൽ US-നും ഇസ്രയേലിനും ഉപയോഗിക്കാം എന്ന സന്ദേശമാണ് ഇപ്പോൾ സ്റ്റാമറുടെ ഭാഗത്ത് നിന്ന്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം US-നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലക്ഷ്യം എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വിശദീകരിച്ചതാണ്. അതായത് ഇറാൻ്റെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും പൂർണ്ണമായി തകർക്കുക. കാരണം ഒരു ആശങ്കയായി ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലപ്പോഴും പറയുന്നത് വിവിധ കാലഘട്ടങ്ങളിലായി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ധാരാളമായി രൂപപ്പെടുത്തി എടുക്കുന്നുണ്ടായിരുന്നു. ആണവ പരീക്ഷണങ്ങൾ അവരവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ മിസൈൽ ശേഖരങ്ങൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ വലിയ ഭീഷണിയാണ്. കാരണം ഇറാൻ ഒരു ഇസ്ലാമിക തീവ്ര സ്വഭാവമുള്ള രാജ്യമാണ്, അതൊരു ജനാധിപത്യ സ്വഭാവമുള്ള രാജ്യമല്ല. അതിനാൽ തന്നെ അവരുടെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തിയില്ല എങ്കിൽ, അവരുടെ കൈകളിലുള്ള ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകളും ആയുധശേഖരങ്ങളും നശിപ്പിച്ചില്ലെങ്കിൽ അത് ജനാധിപത്യ സ്വഭാവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലോകരാഷ്ട്രക്രമത്തിന് ഭീഷണിയായി മാറും എന്നത് അമേരിക്കയും ഇസ്രയേലും തുടർച്ചയായി പറയുന്നതായിരുന്നു. അതിനാൽ ഇപ്പോൾ ബ്രിട്ടനും പറയുന്നത് ഇത്തരം മിസൈൽ ശേഖരങ്ങൾ നശിപ്പിക്കുവാനും അതല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തുവാനുമായി അമേരിക്ക നടത്തുന്ന ഇപ്പോഴത്തെ പ്രത്യാക്രമണങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നു. ഒപ്പം തങ്ങളുടേതായ എയർബേസുകളും സൈനിക താവളങ്ങളും അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം, ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന കൃത്യമായ സന്ദേശം ബ്രിട്ടൻ നൽകുകയാണ്. ഒപ്പം മറ്റു രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ 2 ദിവസമായി നടക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായി ഇപ്പോൾ 12 രാജ്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ തന്നെ ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. അതിൻ്റെ വ്യാപ്തി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഏതാണ്ട് 12 രാജ്യങ്ങൾക്കകത്ത് മിസൈലുകൾ വർഷിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി 12ഓളം ദേശങ്ങൾ മാറുന്നു എന്ന് പറയുമ്പോൾ അടുത്ത കാലത്തെങ്ങും ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വലിയ സംഘർഷത്തിലേക്ക് ഇത് പോകുകയാണ്. പശ്ചിമേഷ്യയ്ക്ക് അപ്പുറത്തേക്ക് ഈ സംഘർഷത്തിൻ്റെ വ്യാപ്തി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം UAE പോലെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറാന് ശക്തമായ താക്കീത് എത്തുകയാണ്. ഇറാൻ്റെ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് ഇനിയും അത് കണ്ടുകൊണ്ട് നിൽക്കുകയില്ല. ഇത്രയും ദിവസം സഹിച്ചു. ഇനിയും മിസൈലുകൾ UAE-യിലോ അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ എത്തിക്കഴിഞ്ഞാൽ ശക്തമായി പ്രതിരോധിക്കും എന്നതിനപ്പുറത്തേക്ക് ഇനി ഒരു തിരിച്ചടിയിലേക്ക് നീങ്ങുമെന്നാണ് UAE-യുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നമ്മളത് എടുത്തു കാണേണ്ടതാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ ഇറാന് തിരിച്ചടി നൽകും അല്ലെങ്കിൽ ഇറാനെ ഇല്ലാണ്ടാക്കും എന്ന സന്ദേശം നൽകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇറാൻ ഒറ്റപ്പെടുകയാണ്. കാരണം എല്ലാ സമയങ്ങളിലും ഇറാന് പിന്തുണ നൽകിയിരുന്ന പാകിസ്ഥാനും തുർക്കിയും പോലുള്ള രാജ്യങ്ങൾ പോലും കഴിഞ്ഞ ദിവസം ഇറാനെ തള്ളി രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ നടത്തുന്ന ഈ ആക്രമണങ്ങളെ ആദ്യഘട്ടത്തിൽ അപലപിക്കുകയും അവരതിനെ പ്രതിരോധിക്കുകയുമാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഒരു പടി കടന്നുകൊണ്ട് ഇറാനുമേൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ സജ്ജരാകുന്നു അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിലപാടിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക്, ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമോ എന്ന ആശങ്ക ലോകത്തെല്ലായിടത്തും ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഭാരതത്തിൻ്റെ നിർണായകമായ ചില ഇടപെടലുകൾ ഉണ്ടായി. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചു. ഈ നടക്കുന്ന സംഘർഷങ്ങൾക്ക് മേലുള്ള ആശങ്ക അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം സാധാരണ ജനങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ സംഘർഷത്തെ എത്തിക്കരുത് എന്ന നിർദ്ദേശം, ആഹ്വാനം ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. പ്രധാനമന്ത്രി UAE-യുടെ പ്രസിഡന്റുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഒപ്പം വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിക്കുമ്പോഴും ഇത് ജനങ്ങളിലേക്ക് ഈ യുദ്ധം വല്ലാതെ പടരരുത്, ഈ സമീപനം പാലിച്ചുകൊണ്ട് ഈ പ്രശ്നപരിഹാരം നയതന്ത്ര തലത്തിൽ നടത്തണമെന്ന നിർദ്ദേശമാണ് ജനാധിപത്യ സ്വഭാവമുള്ള ഭാരതം ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇറാനുമേൽ ശക്തമായ പ്രത്യാക്രമണം അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു പ്രതികരണം എന്നത് ഏതാണ്ട് 4 ആഴ്ച
എടുത്തുള്ള ഒരു സൈനിക നീക്കമാകും ഇറാനുമേൽ അമേരിക്ക നടത്തുക എന്ന സന്ദേശം അദ്ദേഹം നൽകുകയാണ്. 4 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഒരു വലിയ രാജ്യമാണ്. അതിൻ്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഏതാണ്ട് വളരെ വിശാലമായി കിടക്കുന്ന പശ്ചിമേഷ്യയിലെ ഒരു ദേശമാണ്. ഒരുപക്ഷെ അതിനോട് ചേർന്നുള്ള മറ്റു രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ചില ജില്ലകളുടെ വലിപ്പം മാത്രമേ UAE പോലെയുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കുള്ളൂ. പക്ഷേ ഇറാൻ്റെ ഒരു ഭൂവിസ്തൃതി അങ്ങനെയല്ല. അത് വളരെ വിശാലമായി കിടക്കുന്ന ഒരു ദേശമാണ്. ഒപ്പം പോപ്പുലേഷൻ നന്നായുള്ളൊരു രാജ്യമാണ്. അതിനാൽ തന്നെ അവിടെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമയമെടുക്കും. എന്തായാലും ഇറാന്റെ ഇപ്പോഴത്തെ ഈ പല നേതാക്കന്മാരെയും വധിച്ചുകൊണ്ട് അവരുടെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അവരുടെ പക്കലുള്ള ആയുധങ്ങളുടെ വീര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന സന്ദേശമാണ് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നൽകുന്നത്. ശരി, ഐസൻ ജോസ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഐസൻ, അതായത് കഴിഞ്ഞ ദിവസം വരെ ഗൗതം പറഞ്ഞതുപോലെ പ്രതിരോധമായിരുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇവരുടെ ആക്രമണ പദ്ധതികളെയൊക്കെ ആകാശത്ത് വെച്ച് തന്നെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു UAE അടക്കമുള്ള രാഷ്ട്രങ്ങൾ കൈക്കൊണ്ടത്. പക്ഷേ ഇന്നലെ സൗദി ഒരു പടി മുന്നോട്ട് വെച്ച് ഇനി തിരിച്ചടിക്കും എന്ന് പറയുന്നു. GCC രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഒരുമിച്ചിരുന്ന് ഓൺലൈനായി പരസ്പരം സംസാരിച്ച് നമുക്ക് ആക്രമണത്തിന് തിരിച്ചാക്രമണമാണ് വേണ്ടത് എന്ന മുന്നറിയിപ്പ് ഇറാന് കൊടുക്കുന്നു. മറുവശത്ത് ഇറാനാകട്ടെ ഗൾഫ് രാഷ്ട്രങ്ങളെ വിട്ട് സൈപ്രസിനുമേൽ ആക്രമണം അഴിച്ചുവിടുന്നു. വിവിധ രാജ്യങ്ങളിലെ ബ്രിട്ടീഷ് സൈനികാസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കൈവിട്ട കളിയാണ് ഇറാൻ നടത്തുന്നത്. നോക്കൂ, ഇറാൻ എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും? കൃഷ്ണരാജ്, നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ എത്ര നാൾ പിടിച്ചു നിൽക്കാനാകുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലാത്തൊരവസ്ഥയാണുള്ളത്. തീർച്ചയായും ഒരു പക്ഷേ വലിയൊരു ആക്രമണത്തിന് പിന്തുണ ലഭിക്കാത്ത അല്ലെങ്കിൽ ആക്രമണത്തിന് സാധ്യതയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇറാൻ പോകുന്നതിന്റെ ഒരു അവസാനവട്ട ആളിക്കത്തൽ എന്ന രീതിയിലാണ് പല നിരീക്ഷകരും യുദ്ധതന്ത്ര നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ബ്രിട്ടൻ, ഇത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ബ്രിട്ടൻ ഡിയാഗോ ഗോർഷ്യ ദ്വീപിലെ സൈനിക നിയന്ത്രണം പൂർണ്ണമായി സൈനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് US-ന്റെയും ബ്രിട്ടന്റെയും സംയുക്തമായ ഒരു സൈനിക സംവിധാനമാണ് ഡിയാഗോ ഗോർഷ്യ ദ്വീപിലുള്ളത്. ഈ ഡിയാഗോ ഗോർഷ്യ ദ്വീപിലുള്ള സംയുക്ത സൈനിക സംവിധാനങ്ങളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ള സൈനിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനുമുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, അല്പസമയം മുമ്പ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ സൈപ്രസിനും നേരെ ആക്രമണം നടത്തിയിരുന്നു. സൈപ്രസ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ സൈനിക സംവിധാനങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ്. സ്വാഭാവികമായും സൈപ്രസിൽ നിന്നുമുള്ള ഒരു പ്രത്യാക്രമണത്തിനുള്ള സാധ്യത ഒരുപക്ഷെ അമേരിക്ക ആലോചിച്ചേക്കാം എന്ന ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യങ്ങളിൽ ഡിയാഗോ ഗോർഷ്യ ദ്വീപിൽ നിന്നും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നുമുള്ള അതിശക്തമായ ചില ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം പ്രത്യേകിച്ചും ഈ GCC കൺട്രികളുടെ ഭാഗത്തു നിന്നുമെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ഇറാന്റെ നേരെ ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും സംയുക്തമായി നടത്താൻ സാധിക്കും. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ സാധിക്കും. അതിന്റെ ഒരു യുദ്ധതന്ത്രത്തിന്റെ സ്ഥലമാണ് അക്കാര്യത്തിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഈ തിരിച്ചടിയെ താങ്ങി നിർത്താനുള്ള ഒരു സാഹചര്യം ഇറാൻ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗൗതം തന്നെ പലതവണ പറഞ്ഞതുപോലെ, ഗൗതവും അതുപോലെ തന്നെ മുൻപ് ചർച്ച ചെയ്തവരും പറഞ്ഞതുപോലെ തന്നെ 9ഓളം കപ്പലുകൾ തകർത്തു എന്ന് ഇപ്പോൾ തന്നെ പറയുന്നു. അതായത് കപ്പലുകളും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കാണുന്ന INS വിക്രാന്ത് പോലെയോ അല്ലെങ്കിൽ ഈ ജെറാൾഡ് ഫോർഡ് പോലെയുള്ള ഗംഭീരമായ യുദ്ധക്കപ്പലുകളല്ല ഇറാൻ ഉള്ളത്. എന്തെങ്കിലും ചില ഫ്രിഗേറ്റുകളും മുങ്ങിക്കപ്പലുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ, അതായത് ചെറു യുദ്ധക്കപ്പലുകളും നേരിട്ടുള്ള എൻകൗണ്ടറിന് സാധ്യമാകാത്ത രീതിയിലുള്ളതാണെങ്കിൽ കൂടി അത്യാവശ്യം ആക്രമണത്തിന് പ്രയോഗിക്കാൻ സാധിക്കുന്ന സംവിധാനങ്ങളുമൊക്കെയാണ് ഉള്ളത്. എങ്കിൽ കൂടി അവയെല്ലാം തകർത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ അതിശക്തമായ ആക്രമണവും അതിശക്തമായ പ്രത്യാക്രമണവും ആക്രമണം ഇറാനെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇറാൻ എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ 4 ആഴ്ച നീണ്ടു നിൽക്കും ഒരു പക്ഷേ ഈ ആക്രമണം എന്ന് ട്രംപ് പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 4 ആഴ്ചയോളം അതിശക്തമായൊരു തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇന്നലെ തന്നെ B-2 ബോംബറുകൾ ഉപയോഗിച്ചു. B-52 ബോംബറുകൾ, അതിശക്തമായ ബോംബറുകൾ വീണ്ടും ഉപയോഗിക്കാൻ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം, ഏതാണ്ട് 1000 കിലോയോളം, 1 ടണ്ണോളം ഭാരമുള്ള ബോംബുകളെല്ലാം തന്നെ വർഷിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത് ഇറാനെതിരെ അത്തരത്തിലുള്ള അതിശക്തമായ ബോംബുകൾ വർഷിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള അതിശക്തമായ ബോംബുകൾ വർഷിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് സംവിധാനങ്ങൾക്കും ഒക്കെ ഒരുക്കാവുന്ന വലിയ രീതിയിലുള്ള വിമാനങ്ങളെല്ലാം തന്നെ ഖത്തറിലെത്തിയിട്ടുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതെല്ലാം തന്നെ പ്രയോഗിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആഘാതം ഇറാന്റെ മേൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അതേസമയം ഇറാൻ മറ്റൊരു പ്രധാന വിഷയം, യുദ്ധം അവസാനിച്ചാലും ഇറാനെ യുദ്ധവുമായി ബന്ധപ്പെട്ട പല നൈതിക പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കരുത് എന്ന പൊതുധാരണ ലംഘിച്ചുകൊണ്ട് ക്ലസ്റ്റർ ബോംബുകൾ പോലും വർഷിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബുകളൊക്കെ വർഷിച്ച ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനെതിരെ അതിശക്തമായ നടപടി വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ സ്വീകരിക്കുക എന്നതാണ് സാധാരണഗതിയിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ. സ്വാഭാവികമായും ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു പലയിടങ്ങളിലും, അതായത് ചിലയിടങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ വീണിട്ടുണ്ട്. ചില അറബ് രാജ്യങ്ങളിൽ, ഗൾഫ് കൺട്രീസിലെ ഏതോ ഒരു രാജ്യത്ത് ക്ലസ്റ്റർ ബോംബാണ് വീണത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു ബോംബായി വീണ് 8 കിലോമീറ്ററോളം ഏരിയയിൽ ചിതറിത്തെറിക്കുന്ന മറ്റ് ചെറു ബോംബുകളുടെ ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ അത്തരം ബോംബുകൾ ഉപയോഗിക്കരുത് എന്നൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെ വലിയ അതിശക്തമായ മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള ധാരണകളും ഇറാൻ ഇപ്പോൾ ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇന്നിപ്പോൾ UN മറ്റു ചർച്ചകൾ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ചർച്ചകൾ ഇന്ന് 2:30 അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ചർച്ചയുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ചർച്ചയിൽ ഈ ആണവോർജ്ജം സംബന്ധിച്ച അല്ലെങ്കിൽ ആണവ സംവിധാനങ്ങൾ സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് ഇറാനെ നിർബന്ധപൂർവ്വം എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ യുദ്ധത്തിന്റെ തീവ്രത കുറയാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ട്രംപ് പറഞ്ഞ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആണവശക്തി കൂടിയുള്ള ഒരു ഭീകര രാഷ്ട്രം എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും ആണവശേഷി നശിപ്പിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ ഭീകര സ്വഭാവത്തെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉള്ളതിനാലാണ് അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങുക എന്ന കൃത്യമായൊരു നിലപാടുള്ളത്. മാത്രമല്ല മറ്റു രാജ്യങ്ങൾ, ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ജനീവയിൽ ചർച്ചകൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു ആക്രമണത്തിനുള്ള സാധ്യതകൾ, ആക്രമണം നടക്കുകയാണെങ്കിൽ അത് പ്രായോഗികമായി പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നത് അത്ര കണ്ട് സാധ്യമായൊരു വിഷയമല്ല എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്.